Good morning, മക്കളെ. നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ്. How many 3-digit numbers are there which leave a remainder 3 on division by 7 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 3 വരുന്ന എത്ര 3-digit നമ്പേഴ്സ് ഉണ്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? ശകലം പാടുണ്ട്, ശ്രദ്ധിച്ചാൽ മതി, എളുപ്പമാവും കേട്ടോ. പക്ഷെ നമ്മൾ ഇതിനു മുമ്പ് ഇതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. റിമൈൻഡർ 3 ഓൺ ഡിവിഷൻ ബൈ 7 എന്ന് വെച്ചിട്ട് നമ്മൾ സീക്വൻസ് ഒക്കെ എഴുതിയിട്ടുണ്ട്, ഓർക്കുന്നുണ്ടോ? അതായത് അപ്പം നമ്മൾ എങ്ങനെ സീക്വൻസ് എഴുതിയത് അന്ന് ഞാൻ പറഞ്ഞു തന്നായിരുന്നു. എങ്ങനെ വേണം സീക്വൻസ് എഴുതാനെന്ന്? നമ്മളോട് പറയുന്ന റിമൈൻഡർ ആയിരിക്കും ഫസ്റ്റ് നമ്പർ, പിന്നെ നമ്മളോട് പറയുന്ന ഡിവിഷൻ ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറയുന്നോ അത് ആഡ് ചെയ്ത് പോയാൽ മതി. അത് കോമൺ ഡിഫറൻസ് ആയിട്ട് എടുത്ത് പോയാൽ മതി. നമ്മൾ ചെയ്തിട്ടുണ്ട്, ഇപ്പോഴല്ല നേരത്തെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ അതുപോലെ തന്നെ നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് 3-digit നമ്പേഴ്സ് ആണ്. 3-digit നമ്പേഴ്സ് ഏതൊക്കെയാ? എവിടെ തൊട്ടുണ്ട്? 100 തൊട്ട് 999 വരെയാണ് നമ്മുടെ 3-digit നമ്പേഴ്സ്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് നമ്പർ എങ്ങനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 3 വരണം. നമ്മളപ്പോൾ അത് ചെയ്ത് നോക്കിയേ പറ്റുള്ളൂ മക്കളെ. അപ്പൊ നമുക്ക് 100നെ ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമ്പർ ഏതാണെന്ന് നോക്കാം ആദ്യം. അതായത് ഈ പറയുന്ന കണ്ടീഷൻ അംഗീകരിക്കുന്ന, അതായത് 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 3 വരുന്ന സംഖ്യ ഏതാന്ന് നോക്കാം. നമ്മൾ ഫസ്റ്റ് നമ്പർ 100 നോക്കുക. 7 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് 7, 30, 24, 28. റിമൈൻഡർ എത്രയാണ് വന്നത്? 2 ആ വന്നത്. നമുക്ക് റിമൈൻഡർ എത്ര വരണം? 3. അപ്പൊ റിമൈൻഡർ 3 അടുത്തതിന് 3 ആയിരിക്കുമല്ലോ വരുന്നത്. ഏതിന്? 100 കഴിഞ്ഞുള്ളത് എത്ര? 101. നമുക്ക് നോക്കാവേ ആ ടെക്നിക്ക് ശരിയാവുമെന്ന്. 7, 1, 28 അവിടെ വന്നല്ലോ. അപ്പൊ ഫസ്റ്റ് നമ്പർ കിട്ടി കേട്ടോ, 101. കണ്ടോ, നമുക്ക് ഇവിടെ റിമൈൻഡർ ഇതിന് 1, 2 വന്നു. അപ്പൊ അതിന്റെ അർത്ഥം അടുത്തതിന് റിമൈൻഡർ 3 വരുമെന്നാ. അത് കിട്ടിയില്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് നമ്പർ കണ്ടുപിടിക്കണം. ഇതേപോലെ തന്നെ നമുക്ക് ലാസ്റ്റ് നമ്പർ നോക്കാം. ഈ ഒരു ടെക്നിക്ക് അവിടെ പ്രയോഗിക്കാം. ഇപ്പൊ ലാസ്റ്റ് നമ്പർ ഇപ്പൊ ഏതാ നമുക്കുള്ളത്? 999 ആണ്. അതാണ് ലാസ്റ്റ് 3-digit നമ്പർ. ഞാൻ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. 7, 9, 74, 28 ആണ്. 19, 7, 14. അപ്പം റിമൈൻഡർ എത്രയാ വന്നത്? 5 ആ വന്നത്. നമുക്ക് റിമൈൻഡർ എത്ര വരാവുള്ളൂ? 3. അപ്പൊ 5 വന്നെങ്കിൽ അതിൽ നിന്ന് 2 കുറച്ചാൽ 3 വരികയല്ലേ? 5ൽ നിന്ന് 2 കുറച്ചാൽ റിമൈൻഡർ 3 വരുമല്ലോ. അപ്പൊ ഇവിടെ സംഖ്യ എത്രയായിരുന്നു? 999 ആണ്. അപ്പൊ 2 സംഖ്യ കുറച്ചേ. 998, 997. നമുക്ക് നോക്കാം. 997 ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയേ. 7 കൊണ്ട് 7, 9, 14, 28, 17, 7, 14, 4, 3, 7. കണ്ടല്ലോ റിമൈൻഡർ വന്നത്. കണ്ടോ, ഇവിടെ 5 ആ വന്നത്. നമുക്ക് വേണ്ടത് 3. അപ്പൊ അതിന് 2 കുറച്ചാൽ മതി. അപ്പൊ ഞാൻ എന്നാ ചെയ്യുന്നറിയോ? 990 2 കുറച്ചു. 2 കുറച്ചപ്പോ 997 കറക്റ്റ് ആയിട്ട് അത് വന്നു. നിങ്ങൾക്ക് അങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ. ലാസ്റ്റ് നമ്പർ 997. ഇത്രയും നമുക്ക് കിട്ടി. ഇനി നമുക്കിവിടെ കോമൺ ഡിഫറൻസ് ഉണ്ടോ? എങ്ങനെ കണ്ടുപിടിക്കും നമ്മുടെ കോമൺ ഡിഫറൻസ്? നമുക്കിവിടെ കോമൺ ഡിഫറൻസ് ഉണ്ട്. മുമ്പേ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ കോമൺ ഡിഫറൻസ് ആരായിരിക്കും? ഏത് സംഖ്യ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യാൻ പറയുന്നത് അതായിരിക്കും നമ്മുടെ കോമൺ ഡിഫറൻസ്. ഇപ്പൊ കോമൺ ഡിഫറൻസ് എത്രയാണ്? 7. ഇനി നമ്മൾ മുമ്പേ ചെയ്തതുപോലെ തന്നെ നമ്മുടെ ലാസ്റ്റ് നമ്പറിൽ നിന്ന് ഫസ്റ്റ് നമ്പർ സബ്ട്രാക്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ എന്ത് ചെയ്യണം? 997 നിന്ന് 101 ഒന്ന് സബ്ട്രാക്ട് ചെയ്തേ. 997, 101, 6, 1, 7, 9, 896. 896 നമ്മുടെ 7ന്റെ മൾട്ടിപ്പിൾ ആണോ നോക്കുക. 7ന്റെ മൾട്ടിപ്പിൾ ആണോ നോക്കുന്നത് എങ്ങനെയാണ്? 7 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കും. 7, 7, 90, 14, 50, 56. റിമൈൻഡർ 0 കിട്ടി. പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. എത്രയാണ്? 128. അതിൻ്റെ അർത്ഥം നമ്മുടെ ലാസ്റ്റ് ടേം ഞാൻ ഇവിടെ എഴുതാവേ, ഇതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മുടെ ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് ഫസ്റ്റ് ടേമിൻ്റെ കൂടെ പ്ലസ് 128 ഇൻറ്റു കോമൺ ഡിഫറൻസ് കൂട്ടുന്നതായിരിക്കും. മനസ്സിലായല്ലോ? ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് ഫസ്റ്റ് ടേമിൻ്റെ കൂടെ നമുക്ക് ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന സംഖ്യ ഇല്ലേ,
അതിൻ്റെ അത്രയും കോമൺ ഡിഫറൻസ് അത് കിട്ടുമോ നമുക്ക് നോക്കാം. ഫസ്റ്റ് ടേം 101 ആണ്. 128 ഇൻറ്റു കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 7 ഇസ് ഈക്വൽ ടു 101. 128 ഇൻറ്റു 7 എത്രയാണ്? 56. 5 7 14 19 1 8 896 6 1 7 9 കിട്ടിയല്ലോ. 997 കിട്ടിയില്ലേ? അതിന് തുല്യമാണ്. അതായത് അതിന്റെ അർത്ഥം എന്നാണെന്നറിയാവോ? എത്ര കിട്ടിയത്? 128. അതായത് നമ്മുടെ ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് 129th ടേം ആണ്. ഈ സീക്വൻസിലെ 129th ടേം ആണ്. അതായത് നമ്മളോട് ചോദിച്ചാൽ ഹൗ മെനി 3 ഡിജിറ്റ് ടേംസ് എന്നാണ്. അതിന്റെ അർത്ഥം എത്ര ടേംസ് ഉണ്ട്? 129 ടേംസ് ഉണ്ട്. എത്ര ഉണ്ട്? 129 3 ഡിജിറ്റ് ടേംസ് ഈ സീക്വൻസിൽ ഉണ്ടായിരിക്കും. കൺഫ്യൂഷൻ ഉണ്ടോ മക്കളെ? ഞാൻ ഒന്നുകൂടെ പറയാം. നിങ്ങൾ ക്വസ്റ്റ്യൻ കണ്ട് ഇത്രയും ചെയ്തിരിക്കുന്നത് കണ്ട് ഒന്നും കൺഫ്യൂഷൻ ആകണം. നമ്മൾ ഇത്രയും ചെയ്താൽ മതി. നമ്മൾ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും കണ്ടുപിടിക്കണം. 3 ഡിജിറ്റ് നമ്പേഴ്സ് ആണെന്ന് പറഞ്ഞു. 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 കിട്ടണമെന്ന് പറഞ്ഞു. അപ്പം നമ്മളത് ഞാൻ ആദ്യം കാണിച്ചില്ലേ, അതുപോലെ തന്നെ കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ടേമും കിട്ടി, ലാസ്റ്റ് ടേമും കിട്ടി. നമുക്ക് ഇവിടുന്ന് കോമൺ ഡിഫറൻസ് കിട്ടും. ഏതാ കോമൺ ഡിഫറൻസ്? ഏത് കൊണ്ടാണ് ഡിവൈഡ് ചെയ്യാൻ ചോദിക്കുന്നത്, അതായിരിക്കും കോമൺ ഡിഫറൻസ്. നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി. ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും തമ്മിൽ ഡിവൈഡ് ചെയ്ത് നോക്കുക. സബ്ട്രാക്ട് ചെയ്ത് നോക്കുക. ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും സബ്ട്രാക്ട് ചെയ്യുക. ആ കിട്ടുന്ന ആൻസറിനെ നമ്മൾ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ പൂർണ്ണസംഖ്യ കിട്ടുന്നുണ്ടെങ്കിൽ അതിനെ പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. അതായത് അതിൻ്റെ കൂടെ തൊട്ടടുത്ത് 128 ആയിരിക്കും ആൻസർ കിട്ടുന്നത്. അതിൻ്റെ ഒരെണ്ണം കൂടുതൽ 129th ടേം ആയിരിക്കും നമ്മുടെ ലാസ്റ്റ് ടേം എന്ന് പറയുന്നത്. അത്രയും മനസ്സിലായല്ലോ? നമുക്ക് അങ്ങനെ ഡിവൈഡ് ചെയ്ത് കിട്ടുന്നതിൻ്റെ കൂടെ തൊട്ട് മുമ്പുള്ള കണക്കിൽ ഇതുപോലെ തന്നെയായിരുന്നു അല്ലേ? അപ്പം ആ എത്രയാണോ ആൻസർ കിട്ടുന്നത് അതിലൂടെ ഒരു ടേം കൂടുതൽ, അത്രയും ആയിരിക്കും നമ്മുടെ ലാസ്റ്റ് ടേമിന്റെ പൊസിഷൻ. അപ്പൊ ഇവിടെ 128 ആണ് കിട്ടിയത്. അപ്പൊ നമ്മുടെ ലാസ്റ്റ് ടേമിന്റെ പൊസിഷൻ എത്രയാണ്? 129th ആയിരിക്കും. 129th ടേം ആണ് 997. അതിന്റെ അർത്ഥം ഈ സീക്വൻസിൽ എത്ര നമ്പേഴ്സ് ഉണ്ട്? 129 ടേംസ് ഉണ്ടെന്നാണ് അർത്ഥം. ഇത് ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അതായത് ലാസ്റ്റ് ടേം കിട്ടുന്നത് എങ്ങനെയാണ്? ഫസ്റ്റ് ടേമിന്റെ കൂടെ നമ്മൾ ഈ ഡിവൈഡ് ചെയ്ത് കിട്ടിയില്ലേ, ഇത് 128 ടൈംസ് ഇൻറ്റു കോമൺ ഡിഫറൻസ് ആയിരിക്കും. നമ്മളത് ചെയ്ത് നോക്കിയപ്പോൾ കിട്ടി. അപ്പം ഇത് നിങ്ങൾ മുമ്പത്തെ പോലെ തന്നെ ഇത് നിങ്ങളൊന്നും നോക്കണ്ട, ശ്രദ്ധിക്കണ്ട. ഇത്രയേ ഉള്ളൂ. ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇതിനൂടെ 1 കൂട്ടുക. അതായിരിക്കും ലാസ്റ്റ് ടേമിന്റെ പൊസിഷൻ കേട്ടോ. ലാസ്റ്റ് ടേമിന്റെ പൊസിഷൻ, ലാസ്റ്റ് ടൈം 997 ആണ്. അതിന്റെ പൊസിഷൻ 129th ടേം. അതിന്റെ അർത്ഥം ഇതിനകത്ത് 129 ടേംസ് ഉണ്ട് എന്നാണ് അർത്ഥം. മനസ്സിലായോ? 2-3 പ്രാവശ്യം കാണും വീഡിയോ, മനസ്സിലാകും കേട്ടോ മക്കളെ. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു.